ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക് നേരുന്നു. പിന്നെ നമ്മുടെ പരിശുദ്ധ റമദാനിലെ 29 ദിനരാത്രങ്ങൾ പൂർത്തീകരിച്ച് ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ഈദ് മുബാറക്ക് നേരുന്നു. അതോടൊപ്പം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഫോട്ടോസും പെരുന്നാൾ സന്ദേശവും, അതായത് പെരുന്നാളിൻ്റെ കുത്തുബയും ആഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. نتوكل عليك ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, എൻ്റെ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, ഇതര സമുദായത്തിലെ സഹോദരന്മാരെ, സഹോദരികളെ,
നീണ്ട 29 ദിവസങ്ങൾക്ക് ശേഷം അള്ളാഹു നൽകിയ അപാരമായ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാനും അള്ളാഹുവിനോട് അഗാധമായ സന്തോഷം രേഖപ്പെടുത്താനും അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് അനുവദിക്കപ്പെട്ട 2 ആഘോഷങ്ങളിലെ ഒരാഘോഷത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് നമസ്കാരത്തിന് പുതിയ തലങ്ങൾ തേടി ഇനിയുള്ള നമ്മുടെ ജീവിതം ഏത് വഴിയിലേക്ക് തിരിക്കണം, നയിക്കണം എന്ന ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ അവശേഷിക്കുകയാണ്. സുബഹി ജമാഅത്തിന് പങ്കെടുത്തിരുന്ന ആളുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നപാനീയങ്ങൾ ഒഴിവാക്കിയിരുന്ന ആളുകൾ, സത്യം മാത്രം പറയണമെന്ന് ശാഠ്യം പിടിച്ചിരുന്ന ആളുകൾ, കഴിവിന്റെ പരമാവധി പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടിരുന്ന ആളുകൾ, ആ ആളുകൾ ഇന്നു മുതൽ ആ ആളുകളല്ലാതായി മാറുന്ന ഒരവസ്ഥയുണ്ടായാൽ നമ്മൾ ആഘോഷിക്കുകയല്ല, അപമാനിക്കപ്പെടുകയാണ് ചെയ്യുക. നേരത്തെ ഞാൻ ഓതി വെച്ച ആയത്ത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജുമുഅയിലെ 10-ാമത്തെ ആയത്താണ്. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ ആഗ്രഹമുള്ള ഒരു ദിവസമാണ്. അവരുടെ നാട്ടിലെ അവരുടെ ഖത്തീബിന്റെ ഖുർആൻ പാരായണവും ഉത്ബോധനവും കേട്ട് അടുത്ത വെള്ളിയാഴ്ച വരെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ ഒരുങ്ങി പുറപ്പെട്ടു വന്ന ആളുകൾ, ആ ആളുകളോട് ജുമാ നമസ്കാരം കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങിയാൽ ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹ്. നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലേക്ക് നിങ്ങളുടെ വിഭവങ്ങൾ തേടിക്കൊണ്ട് നിങ്ങൾ ഇറങ്ങണേ. വബ്തഗൂ മിൻ ഫളില്ലാഹ്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വദ്കുറുല്ലാഹ കസീറൻ, അല്ലാഹുവിനെ ധാരാളമായിട്ട് ഓർക്കണം. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം. ഇവിടെ മനസ്സിലാക്കേണ്ട എന്താ അറിയോ? ആരാധന ചെയ്യുന്നതിലല്ല, ആരാധന ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. ജുമാ നമസ്കാരം കഴിഞ്ഞാൽ അടുത്ത ജുമാ നമസ്കാരം വരെ നിങ്ങൾക്ക് ആ ജുമയുടെ പ്രചോദനം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിനെ നിങ്ങൾ ധാരാളമായിട്ട് ഓർക്കണം. ആ ഓർക്കലാണ് നമ്മൾ ഇന്നലെ മഗ്രിബ് മുതൽ ഓർത്തത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പടച്ചോനെ, ഞാൻ എന്ന നിന്റെ അടിമ, ആ അടിമക്ക് നീയല്ലാതെ മറ്റൊരാളും വലിയവനായിട്ടില്ല റബ്ബേ. അല്ലാ, നീ എന്താണോ കൽപ്പിക്കുന്നത് ആ കൽപ്പനയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൽപ്പന. നീ എന്താണ് കേൾക്കാൻ പാടില്ലെന്ന് പറഞ്ഞത് അതാണ് റബ്ബേ എന്റെ കൽപ്പന. നീ എന്താണ് കാണാൻ പാടില്ലെന്ന് പറഞ്ഞത് അതാണ് റബ്ബേ എന്റെ കൽപ്പന. എപ്പോഴൊക്കെ എഴുന്നേൽക്കണമെന്ന് പറഞ്ഞോ അതാണ് എന്റെ കൽപ്പന. ഏതൊക്കെ സമയത്ത് അള്ളാഹുവിന്റെ ഭവനത്തിലെത്തണമെന്ന് പറഞ്ഞോ അതാണ് എന്റെ കൽപ്പന. ആ കൽപ്പനക്ക് മുകളിൽ ആരെന്നെ എന്ത് കൽപ്പിച്ചാലും അള്ളാഹുവേ നീ വലിയവനാണ്, നീ വലിയവനാണ് റബ്ബേ, നീയല്ലാതെ ആരാധനില്ല റബ്ബേ, അതിന് ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്. ഇതാണ് ഇപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നത്. ഈ പടച്ചവൻ നമ്മുടെ മരണം വരെ വലിയ കൽപ്പനയുള്ള അള്ളാഹു വലുതായിട്ട് എന്ന് വെക്കുന്നോ അവിടെയേ നമ്മൾക്ക് വിജയിക്കാൻ പറ്റൂ. നോക്കി നിങ്ങൾ, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മള് സാധാരണ പറഞ്ഞു കേൾക്കുന്നത് പോലെ റമദാൻ കഴിഞ്ഞാൽ ആളുകൾ മാറുന്ന, എങ്ങനെ റമദാൻ കഴിഞ്ഞാൽ ആര് മാറുക? സ്വന്തം ഭാര്യ എന്റെ അടുത്തുണ്ട്, എന്റെ ഭാര്യയുടെ അടുത്ത് ഭർത്താവാകുന്ന ഞാനുണ്ട്. വിചാരങ്ങളുള്ള ആളുകളാ മനുഷ്യർ. പക്ഷേ 29 ദിവസ കാലഘട്ടം അറിയാതെ ഭാര്യയൊന്ന് ശരീരത്തിലേക്ക് കൈസ്പർശിച്ചാൽ
ആ ഭാര്യയുടെ കൈയെടുത്ത് മാറ്റിയിരുന്ന ആളുകൾ, ഒരനാവശ്യവും കാണാത്ത ആളുകൾ, റമളാനിന് ശേഷം അയാൾക്ക് എങ്ങനെ വ്യഭിചരിക്കാൻ കഴിയും? ശുദ്ധമായ പച്ചവെള്ളം, അതിശക്തമായ ചൂട്, നല്ല ദാഹം, ആ ദാഹത്തിന്റെയും ചൂടിന്റെയും ഈ വെള്ളത്തിന്റെയും ഇടയിൽ ആരും കാണുന്നില്ല, പടച്ചവനല്ലാതെ. വെള്ളം കുടിച്ചിട്ടില്ല നമ്മള്. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ഒരു നോമ്പ് നോറ്റി വിട്ടിയാൽ മതി. പക്ഷേ ആ ഒരു ശുദ്ധമായ അല്ലാഹു ഹലാലാക്കിയ, നിർബന്ധമാണെങ്കിൽ കുടിക്കാനും നോമ്പൊഴിവാക്കാനും അനുവാദം നൽകിയ ആ പടച്ചതമ്പുരാനെ ഭയപ്പെട്ടിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കുടിച്ചില്ല. അങ്ങനത്തെ മനുഷ്യർക്ക് എങ്ങനെയാണ് അല്ലാഹു ഹറാമാക്കിയ മദ്യം കഴിക്കാൻ തോന്നുക? ഇനി മുതൽ ഇവിടെയാണ് ഒരു നോമ്പ് കൊണ്ടൊരു വിശ്വാസി അവന്റെ ജീവിതത്തെ മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞത്. സഹോദരന്മാരെ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആഘോഷങ്ങളൊക്കെയും അവർക്ക് ആഘോഷങ്ങൾ തന്നെയാണ്. പക്ഷേ ഇന്നത്തെ കാലത്തെ സാഹചര്യത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മനം തുറന്നുകൊണ്ടുള്ള സന്തോഷത്തിനുള്ള അവസരങ്ങൾ അവർക്കുണ്ടോ എന്ന് പരിശോധിക്കപ്പെടണം. ജനാധിപത്യ രാജ്യത്ത് ഓരോ പൗരനും ഭരണഘടന അനുശാസിക്കുന്ന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. ആ ജനാധിപത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ അഭിമാനത്തോടുകൂടി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്ത് നമ്മുടെ ആരാധനയിൽ കടന്നു കയറില്ല, നമ്മുടെ ഭക്ഷണത്തിലേക്ക് കടന്നു കയറില്ല, നമ്മുടെ വസ്ത്രത്തിലേക്ക് കടന്നു കയറില്ല, നമ്മുടെ വിശ്വാസത്തിലേക്ക് കടന്നു കയറില്ല. പക്ഷേ ഇന്ന് കാലം മാറി, രൂപം മാറി, നിയമങ്ങൾ മാറ്റാൻ നിൽക്കുന്നു. അവിടെയാണ് വിശ്വാസികൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ തീക്കനൽ പിടിച്ചവനെ പോലെ ദീൻ കൊണ്ട് നടക്കേണ്ടുന്ന ഒരു കാലഘട്ടം എന്റെ സമുദായത്തിന് വരാനുണ്ടെന്ന് ആലോചിച്ച് നോക്കിയ നിങ്ങൾ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആരാധനാലയങ്ങൾ മുതൽ 6 അടി മണ്ണ് വരെ, ഇടക്കുന്നിടത്ത് വരെ ഓരോ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ച് ഉണർത്തിയ ഒരു കാര്യം, അൻതുമുൽ അഗ്ലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ആർക്കും നിങ്ങളെ അതിജയിക്കാൻ സാധിക്കുകയില്ല. വിശ്വാസം, അതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധം. ആ ആയുധത്തിന്റെ മുന്നിൽ പരാജയപ്പെട്ടവരെ ലോകത്തുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരാശയാണ്, ലോകത്ത് നിരാശയാണ്. ഒക്കെ നിങ്ങൾ മുസ്ലിമിന്റെ മുഖത്ത് സന്തോഷം കുറവാണ്. കാരണം നമ്മൾ ഇങ്ങനെ ആലോചിക്കുകയാണ്, എത്ര കാലമായി നമ്മൾ ഫലസ്തീനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, അല്ലേ? നമ്മൾ ഇന്ന് ആഘോഷിക്കുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നമ്മൾ അവിടേക്കൊന്ന് ആലോചിക്കുകയാണ് വേണ്ടത്. ഇന്നലെ പെരുന്നാളിന്റെ ദിവസമാണ്. വയറു നിറച്ച് ഭക്ഷണം കഴിക്കാത്തവർ, ഒരു കുഞ്ഞുടുപ്പ് ധരിക്കാത്തവർ, ഒരു പുതിയ വസ്ത്രം കാണാത്തവർ, വീട്ടിൽ അന്തി ഉറങ്ങാൻ കഴിയാത്തവർ, അങ്ങനത്തെ ആളുകള് മുസ്ലിങ്ങളായി ഈ ലോകത്ത് ജീവിക്കുമ്പോ നമ്മൾ ആഘോഷിക്കുകയാണ്. നമ്മൾ എന്താ ചെയ്യുന്നറിയോ? നമ്മൾ ടൂറ് പ്രോഗ്രാമുകൾ, എന്തിനേറെ പറയുന്നു, ഇന്നത്തെ ദിവസം വീട്ടിൽ ഭക്ഷണം പോലും ഉണ്ടാക്കാതെ പാർസലുകൾ വരുത്തുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. കാരണം ആളുകൾക്ക് ഒഴിവില്ല. പക്ഷേ പടച്ചോൻ പറയാണ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ നിങ്ങൾ എണ്ണിക്കണക്കാക്കാൻ തുനിഞ്ഞാൽ നിങ്ങൾക്കതിന് സാധിക്കുകയില്ല. അടുത്ത വർഷം അല്ല, അടുത്ത പെരുന്നാളിന് ഇതുപോലെ സ്വതന്ത്രമായി ഒരു ഈദ്ഗാഹ് ആഘോഷിക്കാൻ നമുക്ക് പറ്റുമോ എന്ന് ഭയമാണ് നമുക്ക്. ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പള്ളിയിൽ ഒരു സുപ്രഭാതത്തിൽ അവിടേക്ക് കയറാൻ പറ്റുമോ എന്ന് സംശയിക്കുന്നവരാണ് നമ്മള്. എന്തെല്ലാം ആക്ഷേപങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, അല്ലേ? നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ് പോലെയുള്ള കാര്യങ്ങൾ. അതിനോടൊപ്പം വിശ്വാസികളെ വേദനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആരാധനാലയങ്ങളുടെ ചുവട്ടിൽ അവശിഷ്ടങ്ങൾ പരതുന്ന തിരക്കിലാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണകൂടം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു നല്ല സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അത് മാത്രല്ല, ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പടപൊരുതി ഇവിടെ ദേശാഭിമാനികളായി തീർന്ന ആളുകൾ, ഇന്നും അഭിമാനത്തിന്റെ നിറകുടങ്ങളായി നിൽക്കുന്ന ആളുകൾ
മുസ്ലിങ്ങളായ ആളുകൾ നോക്കി നിങ്ങൾ, ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് സ്വാതന്ത്ര്യ സമരം കൊടുമ്പുരിക്കൊണ്ട് നിൽക്കുന്ന കാലാണ്. ഇസ്മായിൽ സാഹിബിനോട് ജവഹർലാൽ നെഹ്റു ഒരു കത്തെഴുതിയാണ്, ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു സഹായം ഉണ്ടാകണം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പഠിക്കാത്തവരാണ് മുസ്ലിങ്ങളോട് പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്നത്. ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് തന്റെ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, എടോ ജവഹർലാൽ നെഹ്റു ഒരു കത്ത് എഴുതിയിട്ടുണ്ട് ബാപ്പാക്ക്. എന്താ കത്തിലുള്ളതെന്നറിയോ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന സ്വതന്ത്ര സമര സേനാനികളെ സഹായിക്കാൻ ബാപ്പാന്റെ അടുത്ത് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് ആ കത്ത് എഴുതിയിട്ടുള്ളത്. ഈ ഒരു ഉപകാരം ചെയ്യണം. ബാപ്പാന്റെ അടുത്ത് അതല്ലാത്ത വേറൊന്നുമില്ല. ഇന്ത്യൻ പട്ടാളത്തിൽ പോയി നീ ചേരണം, എന്നിട്ട് ഇന്ത്യക്ക് വേണ്ടി നീ പടവരുതണം. മോനെ ഇങ്ങനെ മരിച്ചാൽ ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് പഠിപ്പിച്ച് തോളിൽ തട്ടി ഇന്ത്യൻ പട്ടാളത്തിലേക്ക് പറഞ്ഞയച്ച ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് വളർത്തിയെടുത്ത ആദർശം ഇന്നും പലവിധ ആളുകളെ കുറിച്ച് നമുക്ക് പറയാണ്ട്. അവിടെ നമ്മള് പടംപുരാണങ്ങൾ കേട്ടുകൊണ്ട് വളരേണ്ടവരല്ല, ആയുധങ്ങൾ എടുക്കേണ്ടവരുമല്ല. പക്ഷേ ക്ഷമ കൊണ്ടും സഹനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നേടിയെടുക്കേണ്ടുന്ന പലതും നമ്മൾ നേടിയെടുക്കണം. നമ്മളൊക്കെ ഭീരുക്കളാണ് എന്നാണ് പൊതുവെയുള്ള ധാരണ. ഒരു ഭാഗം അങ്ങനെയാണ്. നമ്മൾ എങ്ങനെ ഭീരുക്കളാകണമെന്നറിയോ? ഇസ്രായേലിൽ നിന്നിറങ്ങിയ ഒരു പത്രം, ആ പത്രത്തിന്റെ ഒന്നാമത്തെ പേജിൽ, ഇസ്രായേലി പത്രത്തിന്റെ ഒന്നാമത്തെ പേജിൽ എന്താണെന്നറിയോ? ലോകത്തുള്ള ഒരു മുസ്ലിമിനെയും നിങ്ങൾ ഭയപ്പെടണ്ട. എന്താ ഭയപ്പെടേണ്ടതില്ല എന്ന് പറയാനുള്ള കാരണം, ജുമാ നമസ്കാരത്തിന് അവർ വരുന്നത് പോലെ, സുബഹി നമസ്കാരത്തിന് വരുന്നത് വരെ അവരെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന ഒരു പ്രസ്താവന ഇസ്രായേലാ കൊടുത്തത്. വിശ്വാസികളെ, നമുക്ക് ആർജവം ഉണ്ടാകുന്നത് ആരാധനയിലൂടെയാണ്. അത് നിലനിർത്താനുള്ള പരിശ്രമങ്ങളാണ് ഈ ആഘോഷത്തിന്റെ അവസാനം മുതൽ അടുത്ത ഇബാദത്തുകളിലൂടെ അടുത്ത റമളാൻ വരെ നമ്മൾ നിലനിർത്തേണ്ടത്. അതോടൊപ്പം സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആഘോഷം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മളൊക്കെ ആഘോഷിക്കാൻ പോകേണ്ടത് എവിടേക്കാണെന്നറിയോ? നോക്കി നിങ്ങൾ, നമ്മുടെ നാട്ടിൽ രോഗികളായിട്ട് കിടക്കുന്ന ആളുകളുണ്ട്, നമ്മുടെ പെറ്റുമ്മമാരുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സഹോദരിമാരുണ്ട്, നമ്മുടെ അയൽപ്പക്കക്കാരുണ്ട്. രോഗികളായി കിടക്കുന്ന ആളുകൾ, പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, സങ്കടപ്പെടുന്ന ആളുകൾ, അവരുടെ അടുത്ത് പോയി ഇരുന്നിട്ട് നമ്മുടെ ഈ സന്തോഷം പങ്കുവെക്കലാണ് ഏറ്റവും വലിയ സന്തോഷം. ഖേദകരമെന്ന് പറയട്ടെ, ഉമ്മമാര് ചോദിക്കാണ്, എനിക്ക് എന്ത് പെരുന്നാളാണ്? എന്റെ 2 മക്കൾ തമ്മിൽ മുണ്ടുന്നില്ല. ഉമ്മയുടെ ഉദരത്തിൽ ഉമ്മ ചുമന്ന 2 മക്കള് പെരുന്നാളിന്റെ അന്ന് മുണ്ടുന്നില്ല. പേരക്കുട്ടികളെ കാണാൻ അവസരമില്ല. പിന്നെ എനിക്ക് എന്ത് പെരുന്നാളാ? സഹോദരന്മാരെ, പരസ്പരം മിണ്ടാത്ത, അയൽപക്ക ബന്ധമില്ലാത്ത, ആ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കാത്ത ഏതാഘോഷമാണ് ഇസ്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എല്ലാവിധ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സംസാരിച്ചത്. ഏതെല്ലാം ബന്ധങ്ങൾ ഇണക്കി ചേർക്കാൻ പറഞ്ഞോ, ആ ബന്ധങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാക്കിയാൽ അവൻ മുസ്ലിം അല്ല. നോക്കി, ഇന്നലെ മാസം കണ്ടു എന്ന അറിയിപ്പ് വന്നതോടുകൂടി നമ്മുടെ നാട്ടിൽ നടന്നതെന്താ? മൻ ശബ്ബഹ ഖൗമിൻ വഹുവ മിൻഹും. ആരെങ്കിലും ഏതെങ്കിലും ഒരു സമുദായത്തോട് സാദൃശ്യപ്പെടുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അവൻ അവനിൽപ്പെട്ടവനാണ്. മുസ്ലിം വീടുകളിൽ നിന്ന് പടക്കം പൊട്ടുക, മുസ്ലിം വീടുകളിൽ നിന്ന് കമ്പിത്തിരി ഉണ്ടാവുക, മുസ്ലിം വീടുകളിൽ നിന്ന് ബാണം പോകുക. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ. അല്ലാഹുവാണ് സത്യം, ഒരാൾ വിശ്വാസിയാവുകയില്ല. ഖീലമൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആരാണവർ? അല്ലദീ യഅ്മന ജാറഹു ബവായികഹു. അയൽവാസി ഏതൊരാളുടെ കയ്യിൽ നിന്നും നാവിൽ നിന്നും സുരക്ഷിതനായില്ലയോ അവനാണ് ആ വിശ്വാസി. ഇന്നലെ രാത്രി ട്രെയിനിൽ വരുമ്പോ ക്രിസ്ത്യാനിയായ ഒരു സഹോദരിക്ക് ഇരിക്കാൻ കുറച്ച് സ്ഥലം കൊടുത്തു ഒരാള്. അവിടെ ഇരുന്നു. ആ ഉസ്താദായിട്ട് പരിചയപ്പെടുകയാണ്. നമ്മൾ പാന്റ് ഷർട്ടും അല്ലേ, നമ്മൾ ആരാന്നും അറിയില്ല. ആ ഉസ്താദുമായിട്ട് പരിചയപ്പെട്ട ഉസ്താദിനോട് വെച്ചു, നിങ്ങൾ എങ്ങോട്ടാണ്? അയാൾ പറഞ്ഞു, കണ്ണൂരിലേക്കാണ്, നാളെ പെരുന്നാളാണ്. ഓരോ കുശലങ്ങൾ പറയുന്നതിനിടക്ക് ക്രിസ്ത്യാനിയായ ആ സഹോദരി ഈ ഉസ്താദിനോട് പറയാണ്, മുമ്പ് നിങ്ങളുടെ ആഘോഷമാകുന്ന പെരുന്നാളുകളിൽ പടക്കം പൊട്ടതെന്ന് കേൾക്കല്ല, എന്റെ അയൽപ്പക്കത്ത് ഇപ്പോൾ പടക്കം പൊട്ടുന്നു, അതെങ്ങനെ നിങ്ങളെ മതത്തിലേക്ക് കയറി വന്നത്?
എങ്ങനെ നമ്മുടെ മതത്തിലേക്ക് കയറി വന്നത്? റസൂല് നിരോധിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. സന്തോഷത്തിന്റെ അന്ന് ആർഭാടം കളിക്കുക, അനാവശ്യം കളിക്കുക, ഇത് ഇസ്ലാം അനുവദിക്കാത്തതാണ്. മാത്രമല്ല, സന്തോഷം എങ്ങനെയാണ് പങ്കുവെക്കേണ്ടത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. നോക്കി നിങ്ങൾ, ഫിത്ർ സക്കാത്ത് എന്തിനുള്ളതാ? തുഹറത്തൽ ലിസ്സായിമി തുഅമത്തൽ ലിൽ മസാക്കീൻ. ദാനധർമ്മങ്ങളില്ലാത്ത, ധർമ്മങ്ങളില്ലാത്ത ഒരു ആരാധനയും പൂർത്തിയാവുകയില്ല. ആലോചിച്ച് നോക്ക്, എല്ലാവരും ഫിത്ർ സക്കാത്ത് കൊടുത്തിട്ടായിരിക്കുന്നത്. അതിന്റെ ഉപഭോക്താക്കൾ ആരാ? അന്യമതസ്ഥരായ ആളുകൾ പോലും ഫിത്ർ സക്കാത്തിന്റെ ഉപഭോക്താക്കളാക്കി നമ്മൾ കൊടുക്കണം. സക്കാത്തിന്റെ അവകാശികളിൽ അന്യമതസ്ഥരെ ഉപയോഗപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഉലുഹിയ്യത്തിന്റെ മാംസത്തിൽ അന്യമതസ്ഥരെ ഉപയോഗപ്പെടുത്തുന്നു. വിശാല മനസ്കതയുള്ള ഇസ്ലാം, വിശാല മനസ്കതയിലൂടെ നമ്മൾ എന്ന് നമ്മുടെ ജീവിതത്തിൽ പുലർത്തി കാണിക്കുന്നുവോ അന്ന് നമുക്ക് വിജയിക്കാൻ കഴിയും. ആ വിജയിക്കാൻ കഴിയുന്ന ആളുകൾ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. കഴിഞ്ഞുപോയ റമളാനിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതം ത്വരിതപ്പെടുത്താൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ വ്യത്യസ്തമായ രോഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ രോഗത്തിന് ശുഭപ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഒരു സഹോദരൻ എലി കടിച്ചിട്ട് അദ്ദേഹം കോഴിക്കോട് ഹോസ്പിറ്റലിലാണ്. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ രോഗം ഷിഫിയാക്കി കൊടുക്കുമാറാകട്ടെ. അതേപോലെ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ മാഷ സൂചിപ്പിച്ചതുപോലെ തന്നെ മാലൂർ പള്ളിയുടെ ഒരു കലശം നടക്കുകയാണ് ഇവിടെ. സഹോദരന്മാരെ, നമ്മളൊക്കെ നമസ്കരിക്കുന്ന പള്ളി, നമ്മളറിയാത്ത ഒരുപാട് ആളുകൾക്ക് പരലോകത്ത് പ്രതിഫലം കിട്ടിക്കൊടുക്കാൻ ഒന്നും ഉണ്ടാക്കിയാല്, അവിടെ കേറിയാല്, മലമൂത്ര വിസർജനം നടത്തിയാല്, നിസ്കരിച്ചാല്, ഒരു സുജൂദ് ചെയ്താൽ അതിന്റെ പ്രതിഫലം എന്താന്ന് പരലോകത്ത് മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ സന്തോഷകരമായ ഈ സുദിനത്തിൽ ഈ സാധുക്കളായ ആളുകളെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കഴിവിന്റെ പരമാവധി അവരെ സഹായിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദാനധർമ്മങ്ങൾ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സന്തോഷ ദിനങ്ങളിൽ സന്തോഷത്തോടുകൂടി, പരിപൂർണമായ സന്തോഷത്തോടുകൂടി നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഉടൻ മറ്റൊരു വീഡിയോ നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കാം. അതുവരേക്കും ബൈ ബൈ, സീ യു സൂൺ.